മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ്. അഡ്മിഷൻ സ്റ്റാർട്ടഡ് LKG to 9th ആൻഡ് ട്രെൻഡ് പ്രീ സ്കൂൾ, KMO ഇംഗ്ലീഷ് ഹൈസ്കൂൾ, പിലാക്കോട്ടുപാടം, കരുളായി. നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ ലൈനിൽ കാളികാവ് പാണ്ടിക്കാട് അണ്ടർപാസിന് സാധ്യതയേറുന്നു. കാക്കാത്തോട് റെയിൽ പാലത്തിന് സമീപമാണ് നീരട്ടിമുക്ക് അണ്ടർപാസ് സാധ്യമാകുക. പ്രദേശവാസികൾ സ്ഥലം വിട്ടു നൽകിയാണ് വഴിയുണ്ടാക്കിയത്. ഇനി റെയിൽവേയുടെ അനുമതി മാത്രമാണ് ലഭിക്കാനുള്ളത്. டர்னிங் ரேடியஸ் இந்த மாதிரி வெஹிக்கிள் எல்லாம் டர்ன் பண்ண முடியுமா? பிளைண்ட் டர்ன் அவுட், பிளைண்ட் கர்வ் வரும் இல்லையா? പാണ്ടിക്കാട്, തൊവ്വൂർ, കാളികാവ്, പോരൂർ പഞ്ചായത്തുകളിലെ നിരവധി കുടുംബങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ആക്കുംപാർ റെയിൽവേ അണ്ടർപാസ്. കാളികാവ് തൊവ്വൂർ റോഡിനെയും വാണിയമ്പലം ചെമ്പ്രശ്ശേരി പൂളമണ്ണ റോഡിനെയും ബന്ധിപ്പിച്ചുള്ള നിർദ്ദിഷ്ടപാത ഒരുപാട് ദൂരം കുറയ്ക്കും. പ്രദേശവാസികൾ സ്ഥലം വിട്ടു നൽകിയാണ് ഇപ്പോൾ വഴി വെട്ടിയത്. ഇനി റെയിൽവേയുടെ അനുമതി മാത്രമാണ് ഇക്കാര്യത്തിൽ ലഭ്യമാകേണ്ടത്. അതിനായി റെയിൽവേ അധികൃതരുമായി ജനപ്രതിനിധികളുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ നിരന്തര ഇടപെടൽ നടത്തിവരികയാണ്. തൊവ്വൂർ കമാനം മേൽപ്പാലത്തിലൂടെ നവീകരണം നടക്കുമ്പോൾ വാഹനഗതാഗതം നിരോധിക്കേണ്ട സാഹചര്യമുണ്ടായാൽ ഈ പാത ഏറെ ഉപകാരപ്രദമാവും. കഴിഞ്ഞ ദിവസം തൊവ്വൂരിലെത്തിയ സദേൺ റെയിൽവേ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്കുൾപ്പെടെ പദ്ധതിയുടെ പ്ലാൻ വിശദീകരിച്ച് നൽകി. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR രോഹിൽനാഥും സ്ഥലം സന്ദർശിച്ച് നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുമെന്നും നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു മേജർ പ്രൊജക്റ്റായി തന്നെ ഇത് വിജയിക്കുവാൻ ആവശ്യമായ നടപടിയിലേക്ക് പോകും. ബഹുമാനപ്പെട്ട ഇവിടുത്തെ നിയുക്ത MLA പ്രിയപ്പെട്ട റഹ്മത്തുള്ള സാഹിബും അപ്പുറത്തെ നിയുക്ത MLA ശ്രീ AP അനിൽകുമാർ MLA അവരുമായും ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് സഹായങ്ങൾ നമുക്ക് ആവശ്യമാണ്. നിലവിൽ 2 MLA കൂടി വെച്ചിട്ടുള്ള വികസന പദ്ധതി വലിയ ഒരു മാറ്റത്തിന് ഇവിടെ തുടക്കമായിരിക്കുകയാണ്. അതിന്റെ ബാക്കിയുള്ള വികസനം കൂടി ആവശ്യമാകുന്നത് മറ്റ് ബന്ധപ്പെട്ട ത്രിതല പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എല്ലാവരെയും കോർത്തിണക്കി അതിന്റെ ഒരു ഹബ്ബായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് സമാനമായ മറ്റ് പഞ്ചായത്തുകളെ കൂടി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് ഉദാരമായ ഒരു സമീപനം എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടി ഇതൊരു ജനകീയ മുന്നേറ്റമായി മാറ്റണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതേസമയം അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA അനുവദിച്ച 40 ലക്ഷം രൂപ ചിലവിൽ കാക്കാത്തോടിന് കുറുകെ പാലവും AP അനിൽകുമാർ MLA അനുവദിച്ച 10 ലക്ഷം രൂപ ചിലവിൽ അപ്രോച്ച് റോഡും ഉടൻ യാഥാർത്ഥ്യമാകും.